ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിരിയെ ഫോൺ വിളിച്ച് അരവിന്ദാക്ഷൻ സാറ് ശാലിനി ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. മഞ്ജുവിന് അപകടം പറ്റിയത് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഗിരി കാരണമാണ് എന്ന് പറയുമ്പോൾ ഗിരി ഞാൻ കാരണമോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കേട്ടോ. അപ്പോൾ സാറ് പറയുകയാണ്, ശാലിനിക്ക് നിന്നോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ടാണ് മഞ്ജുവിനെ അപായപ്പെടുത്താൻ വേണ്ടി ശാലിനി നോക്കിയത്. നിങ്ങൾ വെറുതെ ഇല്ലാത്ത നുണ പറഞ്ഞുണ്ടാക്കരുത്, നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യാഘാതം അറിയുമല്ലോ സാറേ എന്ന് പറയുമ്പോൾ ഞാൻ നുണയൊന്നുമല്ല പറഞ്ഞത്, എനിക്ക് ആരെയും പേടിക്കേണ്ടതുമില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. നിനക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോയി CCTV പരിശോധിച്ച് നോക്ക്, അതിൽ ശാലിനി മഞ്ജുവിനെ തള്ളിയിടുന്നത് വ്യക്തമായി കാണാം, എന്നിട്ട് നീ പറ ഗിരി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഫോണ് വെക്കുന്നത്. അങ്ങനെ ഗിരി അത് കേട്ടതോടുകൂടി ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഗിരി ബൈക്ക് എടുത്തിട്ട് നേരെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശാലിനി എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടി വിളിക്കുകയാണ്. അപ്പോൾ ഗോപിക വരികയാണ് കേട്ടോ. എന്താ ഗിരി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എവിടെ ശാലിനി എവിടെയെന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്കും ശാലിനി കൂടി വരികയാണ്. എന്നിട്ട് ശാലിനിയോട് ദേഷ്യപ്പെട്ടിട്ടാണ് പറയുകയാണ്, നീ മഞ്ജുവിനെ നീയാണോ തള്ളിയിട്ടത് എന്ന് ഞാനൊന്നും തള്ളിയിട്ട്, നീ കള്ളം പറയണ്ട, നിന്നെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് എന്ന് പറയുമ്പോൾ ശാലിനി പറയണം, അതെ ഞാൻ തന്നെയാണ് മഞ്ജുവിനെ തള്ളിയിട്ടത്, അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്, പക്ഷേ അവൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, പക്ഷേ എപ്പോഴും ഇതുപോലെ രക്ഷപ്പെടണമെന്ന് ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ഗിരിക്ക് അങ്ങ് ദേഷ്യം കയറുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് സഞ്ജുവും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് ശാലിനിയോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സഞ്ജുവിന് നല്ല സന്തോഷമാവുകയാണ്. അപ്പോൾ ഗോപിക തടയാൻ നോക്കുന്നുണ്ട്. അവൾ വെറുതെ പറയുന്നതാണ്, നീ എന്തൊക്കെയാണ് ശാലിനി ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. ഇല്ല, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, അവൾ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഇല്ല എന്ന് നീ മഞ്ജുവിനെ തൊട്ടു നോവിക്കില്ല, മഞ്ജു എൻ്റെ ഭാര്യയാണ്, അവളെ ആരും ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഗിരി അവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഗിരി പറയുകയാണ്, ഇതുവരെ ഞാൻ ഗോപാൽജിയുടെ മകളാണെന്നുള്ള പരിഗണനയാണ് നിനക്ക് ഞാൻ തന്നത്, പക്ഷേ ഇനി ഞാൻ തരില്ല അത് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപിക പറയുന്നുണ്ട്, ഗിരി നീ ആരോടാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്ന് നിനക്കറിയുമോ, ഗോപാലേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും ഗിരി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ്, ഗോപാൽജി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഗോപാൽജി എൻ്റെ കൂടെയാണ് നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് ഇനിയെങ്കിലും ഇവളോട് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി പറഞ്ഞേക്ക്, മഞ്ജുവിനെ ഉപദ്രവിക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഗിരി പോവുകയാണ് കേട്ടോ. ഇനി മേലിൽ നിന്നെ ഞാൻ ഗോപാൽജിയുടെ മകളായി കാണുകയില്ല, മഞ്ജുവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടുകയുമില്ല, നിന്റെ സ്ഥാനത്ത് ഒരു ആണായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ തന്നെ ഞാൻ ബാക്കി വയ്ക്കില്ല, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞ് ഗിരി പിന്നെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ സഞ്ജു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്, എന്തുണ്ടായി, നീ ഗിരി എന്നും പറഞ്ഞിങ്ങനെ താലോലിച്ച് നടന്നതല്ലേ, ഇപ്പോൾ എന്തുണ്ടായി എന്ന് പറയുമ്പോൾ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നും പറഞ്ഞ് സഞ്ജുവിൻ്റെ ഷർട്ടിൽ കയറിയിട്ട് ശാലിനി അങ്ങ് പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഗോപിക അങ്ങ് തടയുകയാണ്, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വഴക്കുണ്ടാക്കുന്നത്, നീ അകത്ത് കയറിപ്പോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ ഗോപികയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞു കിടന്ന് ശാലിനി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് ശാലിനിയെ സമാധാനപ്പെടുത്തുകയാണ്, നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞതല്ലേ ഇത് വലിയ പ്രശ്നമാവുമെന്നുള്ളത്, ഇപ്പോൾ നീ ആയിട്ട് തന്നെയാണ് മഞ്ജുവിനെ കൂടുതൽ ഗിരി സ്നേഹിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുത്തത്, ഇങ്ങനെ തന്നെയാണ് ഗിരി ഇനി ആ സഹതാപം മഞ്ജുവിനോട് നീ ചെയ്തതുകൊണ്ട് ഗിരിക്ക് സഹതാപമാണ് മഞ്ജുവിനോട് തോന്നുക, അത് പിന്നീട് സ്നേഹത്തിലേക്ക് വഴിമാറും, അതുകൊണ്ട് ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്തേക്കരുത്, നീ ആയിട്ട് മഞ്ജുവിനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതിനൊക്കെ നമുക്ക് വേറെ വഴി കണ്ടെത്താം, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, ചാച്ചു നിനക്കൊരു വാക്ക് തരാം, ഗിരിയെയും മഞ്ജുവിനെയും ഞാൻ വേർപിരിച്ച് തന്നിരിക്കും, നിനക്ക് വേണ്ടി ഈ ചാച്ചു എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് സമാധാനപ്പെടുത്താൻ കേട്ടോ. അങ്ങനെ ശാലിനിക്ക് ചാച്ചുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. പിന്നീട് ഗിരി വീട്ടിലെത്തിയ ശേഷം ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് മഞ്ജു നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ കാലിൻ്റെ വേദന കൊണ്ട് തന്നെ ഒരു തലയണയുടെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടാവും കേട്ടോ മഞ്ജു കിടന്ന് ഉറങ്ങുന്നുണ്ടാവുക. അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഗിരി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മഞ്ജുവിൻ്റെ കാല് തലയണയിൽ നിന്നും താഴേക്ക് ബെഡിലേക്ക് വീഴുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേദനയായിട്ട് ഉറക്കത്തിൽ തന്നെ വേദന കാണിക്കുകയാണ്. അപ്പോൾ മഞ്ജു അറിയാതെ തന്നെ മഞ്ജുവിൻ്റെ കാലെടുത്ത് വീണ്ടും തലയണയിൽ തന്നെ ഗിരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗിരി മുകുന്ദനെ വിളിക്കുകയാണ്. ഈ സമയത്ത് മുകുന്ദനാണെങ്കിൽ അമ്മയ്ക്ക് കയ്യിൽ തൈലമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അമ്മയുടെ കൈവേദന കൊണ്ട് തന്നെ അമ്മയ്ക്ക് തൈലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഗിരിയുടെ ഫോൺ വരുന്നത്. എന്നിട്ട്
മുകുന്ദനോട് പറയുകയാണ്, ഞാൻ അന്ന് കള്ള് ഷോപ്പിൽ വെച്ച് അടിപിടി ഉണ്ടായ സമയത്ത് എൻ്റെ കാലിലൊരു വേദന വന്നില്ലേ, ആ സമയത്ത് നീ എനിക്കൊരു കുഴമ്പ് തന്നില്ലേ, അത് തേച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ടായിരുന്നു. നിൻ്റെ കയ്യിൽ ആ കുഴമ്പുണ്ടോ മുകുന്ദ എന്ന് ചോദിക്കും. ആ ഉണ്ടല്ലോ എന്ന് പറയട്ടോ. എങ്കിൽ അത് എനിക്കൊന്ന് കൊണ്ടു തായോ എന്ന് പറയും. എന്താ നീ ഇന്നും അടിപിടി ഉണ്ടാക്കിയോ, നിനക്കെന്താ കാലിന് വല്ല പ്രശ്നവും വന്നോ എന്ന് ചോദിക്കും. ആ എനിക്ക് നല്ല വേദനയുണ്ട്, അത് തേക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണേ. അങ്ങനെ ഫോൺ വെച്ച ശേഷം മുകുന്ദൻ്റെ അമ്മ പറയുകയാണ്, അത് മഞ്ജുവിന് വേണ്ടിയിട്ടാണ്, മഞ്ജുവിൻ്റെ കാലുളുക്കി എന്ന് രാവിലെ പറഞ്ഞില്ലേ, അപ്പോൾ മഞ്ജുവിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, ഏയ് മഞ്ജുവിനോ, ഗിരിക്ക് മഞ്ജുവിന് ഈ അവസ്ഥ വന്നപ്പോൾ സന്തോഷമാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, അല്ലട പൊട്ട, മഞ്ജുവിനെ അവൻ ഉള്ളുകൊണ്ട് തന്നെ നല്ല സ്നേഹിക്കുന്നുണ്ട്, അത് പുറത്ത് കാണിക്കാൻ അറിയാവുകയാണ്, മഞ്ജുവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുഴമ്പ് വേണ്ടി വരുന്നത്, നീ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയട്ടോ. അങ്ങനെ മുകുന്ദ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗിരി കുഴമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സ്വപ്നയും ബാനു അമ്മയും കിച്ചണിലുണ്ടാവും കേട്ടോ. എന്താ ഗിരി എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല, മുകുന്ദൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ, എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അതോ കുഴമ്പ് കൊടുക്കാനാണ് എന്ന് മുകുന്ദൻ അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഗിരി പറയുകയാണ്, അത് മുകുന്ദന് കുഴമ്പ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഴമ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം അങ്ങ് ഇല്ലാതാക്കുകയാണ് കേട്ടോ ഗിരി. എന്നിട്ട് കുഴമ്പ് ആരും കാണാതെ ഗിരി മുകുന്ദൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം മുകുന്ദനോട് പോവാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ബാനു അമ്മ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട്, എന്താ മുകുന്ദൻ പോയില്ലേ, നീ ഇനി കിടന്നുറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദാ അമ്മ പോയി കിടന്നോളൂ, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞ് ആ കുഴമ്പ് മറച്ചു വെച്ചിട്ടാണ് കേട്ടോ ഗിരി നേരെ മുകളിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ബാനു അമ്മയോട് സ്വപ്ന പറയുകയാണ്, എനിക്കെന്തോ ഒരു സംശയമുണ്ട് അമ്മേ, അല്ല മഞ്ജുവിൻ്റെ കാലുളുക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുഴമ്പ് മഞ്ജുവിന് വേണ്ടിയിട്ടായിരിക്കുമോ എന്ന് പറയുമ്പോൾ, മഞ്ജുവിനിപ്പോൾ അവന് കുഴമ്പിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല, നീ ഒന്ന് പോടി പെണ്ണെ, നിനക്ക് ഇങ്ങനത്തൊക്കെ സംശയങ്ങളാണ്, എൻ്റെ ഗിരി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ബാനു അമ്മ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഗിരി നേരെ റൂമിലേക്ക് ചെന്ന ശേഷം ഉറങ്ങുന്ന മഞ്ജുവിനെ വിളിച്ചുണർത്തി കുഴമ്പ് കൊടുക്കാമെന്ന് സ്വയം പറയാൻ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വെച്ചേക്കാം, അവൾ കണ്ടിട്ട് തനിയെ ഒഴിഞ്ഞോട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവിടെ വെക്കുന്ന സമയത്താണ് മഞ്ജുവിൻ്റെ കാല് വേദന വീണ്ടും സൗണ്ട് ഉണ്ടാക്കുന്നത് ഗിരി കാണുകയാണ്. അപ്പോൾ ഗിരിക്ക് മനസ്സിലാവാണ് മഞ്ജുവിന് നല്ല വേദനയുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ഒഴിഞ്ഞു കൊടുക്കാം എന്ന് മനസ്സിൽ കരുതിയ ശേഷം ഗിരി തന്നെ കാലിൽ മഞ്ജു അറിയാതെ ആ തൈലമിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ ഒഴിയുന്ന സമയത്ത് പെട്ടെന്ന് മഞ്ജു ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഉണരുന്നുണ്ട്. പക്ഷേ മഞ്ജു നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ മഞ്ജു ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ മഞ്ജു എങ്ങാനും ഉണർന്നോ എന്ന് കരുതിയിട്ട് വീണ്ടും ഗിരി ഉറങ്ങിയതുപോലെ ബെഡിലേക്ക് ഒന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ഉണരുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും കാലിൽ തൈലമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ തൈലം എടുത്ത് മാറ്റുകയാണ്. തൈലം ഗിരി അലമാരയിലേക്ക് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുകയാണ്. പിന്നീട് ഗിരിയും മഞ്ജുവൊക്കെ നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. രാവിലെ മഞ്ജു എണീക്കുകയാണ്. ആ സമയത്ത് മഞ്ജുവിന് കാലിൽ നല്ല വേദന ഉണ്ടാവും എന്നാണ് കേട്ടോ മഞ്ജു കരുതുന്നുണ്ടാവുക. അങ്ങനെ താഴേക്ക് കാല് വെക്കുകയാണ്. പെട്ടെന്ന് മഞ്ജു, എനിക്കിപ്പോൾ കാലിന് ഒരു വേദനയും ഇല്ലല്ലോ, ഇത് എന്ത് മറിമായം എന്നൊക്കെ ഇങ്ങനെ മഞ്ജു കരുതുക. അങ്ങനെ ഗിരിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗിരി ഉറക്കം നടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. മഞ്ജു ഉണരുന്നതൊക്കെ ഗിരി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജുവിന് ഇപ്പോൾ കാലിൽ ഒരു വേദനയും ഇല്ല എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഗിരിക്ക് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ ഗിരി ഒന്നും അറിയാത്ത ഭാവത്തിൽ നല്ല ഉറക്കത്തിൽ തന്നെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു ഇങ്ങനെ ഗിരിയെ നോക്കുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ വേദന ഇപ്പോൾ എങ്ങനെ പോയി, ഇത്ര പെട്ടെന്ന് എങ്ങനെ പോയി, ഇന്നലെ വരെ എൻ്റെ കാലിന് നല്ല വേദനയായിരുന്നല്ലോ, ഇതെന്ത് മറിമായം എന്നുള്ള ഭാവത്തിൽ ഗിരിയെ നോക്കുന്നുണ്ട് മഞ്ജു. അടുത്ത എപ്പിസോഡിൽ ഗിരിയെയും മഞ്ജുവിനെയും വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മുകുന്ദൻ വരികയാണ് കേട്ടോ. മുകുന്ദൻ്റെ അമ്മ പറഞ്ഞ പ്രകാരമാണ് വിരുന്നിന് വിളിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ മഞ്ജു സാരിയൊക്കെ എടുത്ത് നല്ല ഭംഗിയോട് കൂടി തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അറിയാതെ മഞ്ജുവിൻ്റെ സൗന്ദര്യത്തിൽ കണ്ട് ഗിരി ഒന്ന് നോക്കി പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണുകയാണ് മഞ്ജു മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് അഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ബാക്കിലെ ഹുക്ക് അഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മഞ്ജുവിനെ പെട്ടെന്ന് ഗിരി അങ്ങ് വിളിക്കാണ്ട്, നിൻ്റെ ബാക്കിലെ ബ്ലൗസിലെ ഹുക്ക് അഴിഞ്ഞിട്ടുണ്ട്, ഇതെന്താ ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ പറയട്ടെ. അങ്ങനെ മഞ്ജുവിന് ആ ഹുക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജുവിന് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഗിരി തന്നെ വന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നാണത്തോട് കൂടി തന്നെയാണ് ഗിരി മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം മഞ്ജുവിനും നല്ല നാണം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടും കൊണ്ട് മുകുന്ദന് നാണം വരികയാണ്. അങ്ങനെ മുകുന്ദൻ ഒന്നങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ബാനു അമ്മയും സ്വപ്നയും കൂടി വരികയാണ്. അപ്പോൾ ഗിരി മഞ്ജുവിൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ ബാനു അമ്മക്ക് നല്ല ദേഷ്യം വന്നിട്ട്, എടാ എന്താടാ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്നും പറഞ്ഞ് ഗിരിയോട് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ അത് അമ്മ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഗിരി ഒന്ന് തപ്പി പിടിക്കുകയാണ്. അങ്ങനെ മഞ്ജുവിനെയും കൂട്ടിയിട്ട് ബൈക്കിൽ ഗിരി നേരെ
മുകുന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ കതക് തുറക്കുകയാണ് മുകുന്ദൻ്റെ അമ്മ. ആ സമയത്ത് പോലീസ് വേഷത്തിലാണ് കേട്ടോ മുകുന്ദൻ്റെ അമ്മ നിൽക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് മഞ്ജു അത് പോലീസാണെന്ന് കരുതിയിട്ട് സല്യൂട്ട് ചെയ്യാൻ കേട്ടോ. സല്യൂട്ട് ചെയ്യുമ്പോൾ ഗിരി ഒന്നങ്ങ് പുഞ്ചിരിക്കുകയാണ്. ഇത് മുകുന്ദൻ്റെ അമ്മ ഇങ്ങനെ സീരിയലുകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ആ ഒരു വേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ വേഷം അണിഞ്ഞത് എന്ന് പറയാട്ടോ. അങ്ങനെ മുകുന്ദന് അമ്മയ്ക്ക് മഞ്ജുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് മഞ്ജുവിനോടും ഗിരിയോടും പറയാണ്, എൻ്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് രണ്ടുപേരും കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് വലതുകാല് വെച്ച് വേണം കയറാൻ എന്ന് പറയണേ. അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ കൈ അങ്ങ് പിടിക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജുവും ഗിരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. മഞ്ജുവിന് ഗിരി ഒന്ന് സ്പർശിക്കുന്ന സമയത്ത് അങ്ങനെ വലതുകാല് വെച്ച് രണ്ടുപേരും മുകുന്ദൻ്റെ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറുകയാണ്.